my dear students. Welcome back to Bosco Campus Vision. I am Grishma TJ, faculty member of PG Department of Commerce, Don Bosco College, Kottayam. Today, I am here with the paper Customs Duty and Overview, which is a core paper for Semester 5 BCom Commerce Tax Procedure and Practices students under Kerala University. This is the 24th lecture of the series. In this lecture, we are discussing about the restrictions in international trade. Individual countries take measures to control their imports in order to offset to some extent the disadvantages of international trade and to protect the home industry from competition. Such measures include കോമ്പറ്റീഷനിൽ നിന്നും ഹോം ഇൻഡസ്ട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, താരിഫ്സ്. ദിസ് ഈസ് ദ ടാക്സ് imposed on a commodity entering a country, and as a result the price of that particular import will be increased. This makes the product expensive, discouraging domestic consumers from buying more of such a commodity, which reduces its inflow. നമ്മുടെ കൺട്രിയിലേക്ക് ഒരു കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോസ് ചെയ്യുന്ന ടാക്സാണ് താരിഫ് എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ് താരിഫ് റേറ്റ് ഹൈ ആയിട്ട് ഈടാക്കുകയാണ് എങ്കിൽ നമ്മുടെ കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസിലത് ഇൻക്രീസ് ചെയ്തിരിക്കും. അങ്ങനെ ആ പ്രോഡക്റ്റ് എക്സ്പെൻസീവ് ആവുകയും നമ്മുടെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് അത് പ്രൈസ് കൂടിയ എന്നൊരു കാരണത്താൽ ആ പ്രോഡക്റ്റ് വാങ്ങുന്നതിൽ നിന്ന് അവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. അതുവഴി ഇങ്ങനെയുള്ള ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ ഇൻഫ്ലോ നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാനാണ് താരിഫ് ഈടാക്കുന്നത്. ഇമ്പോർട്ട് ചെയ്യുമ്പം നമ്മുടെ കൺട്രിയിൽ നിന്നും ഫോറിൻ കറൻസി നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ടിനെ കുറയ്ക്കാനാണ് നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടോട്ടൽ ബാൻ. ഇൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് a country may impose a total ban on imports, the importation of particular goods. Its main aim is to protect recently established home industries. ചില പ്രോഡക്റ്റുകളെ കൺട്രി ടോട്ടലി ബാൻ ചെയ്തിരിക്കും, ചില പ്രോഡക്റ്റുകളുടെ ഇമ്പോർട്ടുകളെ. റീസെൻ്റ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഹോം ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പ്രോഡക്റ്റ് നമ്മുടെ കൺട്രിയിൽ നിന്നും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടിനെ തടയാൻ വേണ്ടിയിട്ടാണ് ആ പ്രോഡക്റ്റിനെ ടോട്ടലി നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ബാൻ ചെയ്യുന്നത്. അതുവഴി നമുക്ക് റീസെൻ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഹോം ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാനും ഫോറിൻ കറൻസിയുടെ ഔട്ട്ഫ്ലോ ഒഴിവാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ, സബ്സിഡീസ്. These affect both imports and consumption of commodities. That is, the government may subsidize import prices of raw materials or the final goods prices to enable the locally produced goods compete favorably with the foreign goods. നമ്മുടെ കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനെ നമുക്ക് ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സബ്സിഡീസൊക്കെ ഗവൺമെൻറ് അനുവദിക്കും. അങ്ങനെ നമുക്ക് ഫോറിൻ ഗുഡ്സിനെ കോമ്പീറ്റ് ചെയ്യാനുള്ള ഗുഡ്സ് നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് അതുവഴി സാധിക്കും. ഇതുവഴി നമുക്ക് ഇമ്പോർട്ടിനെ എന്ത് ചെയ്യാം, റെസ്ട്രിക്റ്റ് ചെയ്യാം. എക്സ്പോർട്ടിനെ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് വൺ, ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾ. ദിസ് ലിമിറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ദാറ്റ് പീപ്പിൾ ക്യാൻ ഒബ്റ്റെയിൻ ഫ്രം ഇമ്പോർട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദിസ് വിൽ ഹെൽപ്പ് check for the amount spent on imported goods, especially those that are less important. This is done through the central bank. നമ്മുടെ കൺട്രിയിലെ ആൾക്കാർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ച് നഷ്ടപ്പെടാറുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു ലിമിറ്റ് നമ്മൾ വെക്കുകയാണ് എങ്കിൽ അത് നമുക്ക് ഇടയ്ക്ക് എത്രത്തോളം എമൗണ്ട് നമുക്ക് ഇമ്പോർട്ടിന് വേണ്ടി സ്പെൻഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ സാധിക്കും. അത് സാധ്യമാകുന്നത് സെൻട്രൽ ബാങ്കിലൂടെയാണ്. എത്രത്തോളം ഫോറിൻ കറൻസി നമ്മുടെ രാജ്യത്ത് നിന്നും പോയിട്ടുണ്ടെന്ന് നമുക്ക് സെൻട്രൽ ബാങ്കിലൂടെ ചെക്ക് ചെയ്യുമ്പം മനസ്സിലാക്കാം. വൺ പറഞ്ഞത് ഫോറിൻ എക്സ്ചേഞ്ചിന് ഒരു ലിമിറ്റ് വെക്കുക, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുക. The another restriction is the quota. This is where a country
undertakes to import from another country only a limited or fixed amount of quantities of a product in question. This will reduce the amount of supply of the product in relation to the demand. കോട്ട പറയുന്നത് മറ്റൊരു കൺട്രിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കണം. അതിനൊരു ഫിക്സഡ് എമൗണ്ട് നിശ്ചയിക്കുന്നതാണ് കോട്ട പറയുന്നത്. അതുവഴി നമുക്ക് കൂടുതൽ സപ്ലൈയെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. കൂടുതൽ ഡിമാൻഡ് ഉണ്ടായി എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. എത്രയാണോ ഒരു കൺട്രിയിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ആ എമൗണ്ട് ലിമിറ്റഡ് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് റെസ്ട്രിക്ഷൻസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. Okay, my dear students, this is all for today's session. Do homework, send me back through WhatsApp. Thank you for listening.